പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് ഇനി ഒന്ന് കിടക്കാൻ പോവാണ്. സമയം 10:30 ടൈമിലൊന്നും കിടക്കില്ല കേട്ടോ. 10:30ക്കൊന്നും കിടക്കില്ല, 11:30 ആവും. അപ്പോൾ മഴ പെയ്തിട്ടാ തോന്നണം, നല്ല ചീവീടിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മഴ കാരണം ഇത് വർക്ക് ഏരിയയിൽ ഒരു അയൽ കെട്ടിയേക്കാം. വർക്ക് ഏരിയയിലാകുമ്പോൾ പിന്നെ ഇങ്ങനെ എപ്പോഴും പുറത്ത് പോയിട്ട് മഴ പെയ്യുമ്പോൾ കൊണ്ടുപോയിടാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്തുള്ള സമയത്തൊക്കെ മഴ പെയ്താൽ എല്ലാ തുണിയും നനയും. അപ്പോൾ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു അയൽ കെട്ടിയേക്കാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ തുണികളൊക്കെ വർക്ക് ഏരിയയിലാണ് ഇടുന്നത്. ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ പിന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ചിലപ്പോൾ ഒരു ദിവസം സമയം തികയില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് ഞാൻ അങ്ങനെ വരാത്ത കാരണം ഇതിലെൻ്റെ തുണികളൊക്കെ ഇങ്ങനെ ഇട്ട് ഈ ഡോർ എപ്പോഴും അടച്ചിടും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അങ്ങനെ തുറക്കുള്ളൂ. അപ്പോൾ കിച്ചണിൽ തന്നെ കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ കുറേ തുണികൾ മടക്കാനുണ്ട്, കുറച്ച് തുണികൾ വിരിക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാൽ അതൊന്നും ഞാൻ ചെയ്യണില്ല. പിന്നെ കുറച്ച് പാത്രം കഴുകാനിടാണ്ട്. പാത്രം കഴുകാനിടാന്ന് വെച്ച് നോക്കുമ്പോൾ പാത്രം കഴുകാനുള്ള സോപ്പ്, ഡിഷ് വാഷറിൻ്റെ സോപ്പ് കഴിഞ്ഞേക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം അത്യാവശ്യം പാത്രങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ കഴുകി ഒരു ട്രിപ്പ് കഴുകിയ പാത്രമാണ്. ഇതൊക്കെ ക്ലീൻ ആയിക്കണം. അപ്പോൾ സോപ്പൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി വേറെ വഴിയൊന്നുമില്ല കയ്യേറ്റി കഴുകാൻ. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോഴേക്കും സമയം പിടിക്കും. എന്തായാലും ഒരാഴ്ച കഴിയും. അപ്പോൾ ഒരാഴ്ച പാത്രം കഴുകന്നെ. അപ്പം ഞാൻ കുറച്ച് പാത്രം കഴുകട്ടെ. ഇതും കൂടിയുള്ളൂ കുറച്ച്. ഈ പ്ലേറ്റ് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ സർജറി. ആ സമയത്ത് വാങ്ങിയത്. അവിടെ തമിഴന്മാരൊക്കെ കൂടുതൽ ഇങ്ങനത്തെ പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുക. അവർക്കിങ്ങനെ കുഴി വേണം. ഏത് പാത്രമാണേലും അവരിലിങ്ങനെ കുഴി ഉണ്ടാവും പാത്രത്തിന്. അപ്പോൾ ഒരു 4 പ്ലേറ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങി. ഞങ്ങളിങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇതിൽ വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കൂല. ഇത് വലിയ പാത്രമായ കാരണം തന്നെ കഴുകാൻ കുറേ പണിയാണ്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് അന്ന് കണ്ടപ്പോൾ 4 പാത്രം വാങ്ങിയതാണ്. പക്ഷേ നമുക്ക് കറികളൊക്കെ ഇങ്ങനെ ഇതിൽ വെക്കാം. 1, 2, 3 കറികൾ വെക്കാം. ഇപ്പോൾ ഒരു ദിവസം 3 കറിയും 2 കറിയും വേറെ വല്ല മീൻ വറുത്തതാ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാം. പിന്നെ ഇങ്ങനെ ചോറിട്ടിട്ട് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. മറ്റേ നമ്മൾ സാധാ പാത്രമാകുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക. ഇതിലിങ്ങനെ ഓരോന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ വാങ്ങിയ എൻ്റെ 4 സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നുണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. ഞങ്ങൾ 4 ആൾക്കും ഇതുപോലത്തെ ഒരേ പാത്രം എടുക്കും. രാത്രി എടുക്കില്ല കേട്ടോ, ഉച്ചക്കാണ് എടുക്കുക. രാത്രി പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് വാരി കൊടുക്കും എല്ലാവർക്കും കൂടെ. അപ്പോൾ പാത്രം കുറേ എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും ഞാൻ കിടക്കാൻ പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇനി നാളെ കാണാം അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. അപ്പോൾ ഓക്കേ, ടാറ്റാ, ബൈ ബൈ.